ഒച്ചുണ്ടാക്കേണ്ട സാധനം ഇറക്കിയിട്ട് പ്രാർത്ഥനയുടെ അമ്മ പിന്നെ ലീയുടെ പ്രത്യേക പൂജയുള്ള ഈടെ മെമ്പർഷിപ്പ് ഇട്ടോ നോക്കണം കേട്ടാ. എടാ ബാബുവാ ഇന്നും കൂടെ ഇവിടെ പണിയുള്ളൂ കേട്ടോ. വൈകുന്നേരം പൈസ കണക്കൂട്ടി വാങ്ങാനുള്ളതാ. ഈ വെറുതെ സ്വീപ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നാ ഞാനിവിടെ പണിക്കൊന്നൊന്നല്ല, ബ്രിഗേഷിന് ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓനെ നോക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ, നല്ലോണം നോക്കണം. ഒരു പണിക്കും വേണ്ട, തിന്നുക പ്രാർത്ഥിക്കുക, തിന്നുക പ്രാർത്ഥിക്കുക. നല്ല ആരോഗ്യല്ലേ. അതെ, ഒരു കക്കാൻ വേണ്ടി പോകുന്നല്ലോ, വെറുതെ അല്ല എനിക്ക് പെണ്ണിട്ടാത്ത്. എന്ത് പാട്. എല്ലാരും എടുക്ക്, എല്ലാരും എടുത്തോണ്ടോ. എല്ലാം പച്ചപ്പഴം. അടുക്കളക്കാരികളെ അടുക്കളക്കാരികളെ നമസ്കാരം. അതെ, നിങ്ങളിപ്പോൾ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട്? 47. ഞാൻ എല്ലാവരും ഒന്നും കണ്ടിക്കില്ല. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് ആരും. അയ്യോ, സത്യം പറയാലോ, എനിക്ക് സന്യാസാവാൻ ഇഷ്ടം. പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല. സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടല്ല. അതെ, കുറച്ച് വെള്ളം തരുക, കഞ്ഞീര വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുടിച്ച അവർ എനർജിയാണ്. അമ്മോ, നല്ല പൊരി. അതെ, സാമ്യം പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊരി. നോക്കടാ, 115. മിണ്ടല്ലടാ. എനക്കിപ്പോൾ പീടികയിൽ 10 റുപ്യേൻ്റെ കച്ചവടം നടക്കുന്ന ടൈമാണ്. ആ നേരത്താണ് നിൻ്റെ കൂടെ പെയിൻ്റ് വരക്കാൻ നടക്കുന്നത്. എന്നെ ആരാ വിളിച്ചേ? എന്നോട് ഡോക്ടർ പറഞ്ഞല്ലേ എന്നെ നോക്കണമെന്ന്. നീ ചാവുന്നു എന്തല്ലോ പറഞ്ഞില്ല. എടാ, എനക്കൊരു 10 എവറിയൊത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയേനു. ഈടെ ആകുമ്പോൾ നല്ല കച്ചവടം നടക്കും. ഈടെ ആരും ഇടുന്നില്ലാന്ന് എനക്കൊന്ന്. എന്റെ കച്ചവടം ഇവിടെ നടക്കൂല, ഇവിടെ സിസ്റ്റം വേറെയാ. വെള്ളം കുടിക്കടാ. അടിച്ചോ എന്നാ വേണ്ടേ? വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പറ്റി? വെള്ളം വേണം. വെള്ളം എടുക്കുക, വെള്ളം എടുക്കുക. ആഹാ, ബ്രിഗേഷ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ഞാനത് ബ്രാക്കോട്ട് വിളിച്ചു അവിടെ. ഹലോ, എടാ ബ്രാക്കോട്ട് എങ്ങനെയാ ഉള്ളേ? ഞങ്ങൾ ബീവറേജില്. ബ്രിഗേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇതവിടെ ഞാൻ കൊടുക്കാം. അല്ല, എൻ്റെ ഫോൺ അവിടെ പോയി. ഹലോ, ഫോണ്. അയ്യോ, ഫോണ് പോയി. ഫോണ് പോയോ? കുരിപ്പ നീ അതും കൊണ്ടേ കളഞ്ഞാ? എന്താടാ ഈ ചിലക്കല്ലേ പോയതേ, വയറ്റ് കളിട്ട് വയ്യ. അത് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. നീ വയറ്റ് കളിച്ചെന്റെ ഗുളിക കഴിച്ചാ? ഹലോ ഹലോ, ഈ ചെക്കൻ അന്തും കൊന്തുമില്ല ബോധവുമില്ല. വരുന്നുണ്ടാ? ഗുളിക കുടിച്ചിട്ടില്ല. എൻ്റെ ഫോൺ എടുത്തു. ഈ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ. വിളിച്ചാൽ. ഹലോ ഹലോ. ഹലോ, ഈ ഫോൺ. ഹലോ, ഫോൺ ആരും എടുത്തേക്ക്. ഒരു പെണ്ണ ഇപ്പൊ കിട്ടുന്നില്ല. പെണ്ണാ നീ നോക്കണ്ടേ, ഞാൻ നോക്കാം. എൻ്റെ ജാക്കി കേസ് ഇപ്പം കഴിഞ്ഞ് കാണുള്ളൂ. ഓ, എന്താടാ ബ്രിഗേഷ് ഒരു വിമ്മിഷ്ടോ?
ഒന്നുമില്ല. കുറച്ച് തൈര് വേണോടാ? തൈരും വേണ്ട, ഒരു പോടായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട, വെറുതെ അല്ലേ ഇനി കൊട പിടിക്കാത്ത. മോനെ കുറച്ച് കുടലാരിഷ്ടം കൂടിച്ച വയറ്റിൽ പോച്ചൊരു നല്ലതാടാ. ഞാൻ ഐശുവിനൊന്ന് കഴിച്ചു കേട്ടെ. നമ്മളെ ഐശുവിനെ ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന. എൻ്റെ പേരും പറഞ്ഞിട്ടാ ഞാൻ നേർച്ച മുഴുവനും നേർന്നത്. മുത്തപ്പന് ഞാനൊരു പയൻകുറ്റി നേർന്നിട്ടുണ്ട്. എല്ലാം ശരിയാവിടാ. ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കറ്. ബാബുവാളെ എന്താടോ എൻ്റെ പോച്ചിൽ കുറഞ്ഞിക്കില്ല, ആശുപത്രി പോണോ? വേണ്ടപ്പാ. മറിയേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോ. ആരാ? ആരുമില്ല, ഇത് റോങ് കോളാ. നിങ്ങൾ ഉറങ്ങാൻ നോക്ക്. ഫോൺ ഇങ്ങോട്ട് വന്നേ. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരെ നമ്പറാ സേവ് ചെയ്ത്? നീ ചോറ് നവിതേ? ഞാൻ ചോറിന്റെ ആന്ന്. നിങ്ങൾ എന്നാ തിന്നെന്ന് എനിക്കറിയണല്ലോ. നമ്പിക്കൂടെ നിങ്ങളാ. ഹലോ, തമിഴെത്തിയാ? നിങ്ങൾക്ക് തമിഴെത്തിയായിട്ടോ ബന്ധം? വേണ്ട തമിഴ്. ന്യൂ ഇന്ത്യ ഹോട്ടലിന്റെ മുമ്പിലത്തെ പൂക്കാരി ശെൽവിയല്ലേ? അതല്ലേ കള്ളും കുടിച്ചിരുമ്പോ മുല്ലപ്പൂ കെട്ടിക്കൊണ്ടിരുന്ന ഉളുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് താടകി വലുത് ഞാനാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഗർഭിണിയാണ്ടല്ലേ നിങ്ങളിങ്ങോട്ട് കയറിയിരുന്നണ്ടാ. ഇവിടെ കയറി വാ. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞൊരു തമിഴത്തിന്റെ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ കണ്ടു. ഇല്ലെങ്കിലോ നീതി ഓടും. ഞാൻ കണ്ടല്ലേ. എടാ മാമ, എന്റെ അച്ഛന്റെ ഫോണിങ് താടാ. ഇങ്ങോട്ട് വന്നേ. എനിക്ക് സത്യം അറിയണം. സത്യം പറ. ஹலோ ஹலோ, இது உங்க ஃபோன் தானே? ஆமாம் ஆமாம். இது எங்கே இருக்கு? நீங்க வேலைக்கு வந்தது இங்க தானே, மாஹில? ஆமாம் ஆமாம், ஆசிரமத்தில் இருக்கு. ஆமாமா, ஆசிரமம். நீங்க வேலைக்கு வந்தவர் தானே? எனக்கு ஃபோன் திருப்பி வேணும். நீங்க இங்க வந்த ஃபோன் எடுத்துட்டு போலாம். ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. நீங்க ஆசிரமத்துக்குள்ள வர முடியாது. ஏன்? நாங்க பெண்கள் மட்டும் தான் இங்க இருக்கோம். പിന്നെ എൻ്റെ ഫോൺ എങ്ങനെ കിട്ടും? மார்னிங் பிரேயர் அப்போ மதில் பக்கத்துல வாங்க. நான் வெளியில வந்து ஃபோன் கொடுக்கறேன். நீங்க உள்ள வர முடியாது. മോർണിംഗ് പ്രേയർ എത്ര മണി? விடிய காலம் 4 மணிக்கு. ஒய், வர முடியாது, ரொம்ப தூரம். ஓ அப்படியா? அப்ப நான் ஃபோன் ஸ்விட்ச் ஆஃப் பண்ணி வச்சிட்டா? വേണ്ട വേണ്ട, ഓഫ് ആക്കണ്ട. വരാം. ഹലോ. வண்டி எடுத்துக்கோங்க. എങ്ങോട്ട് വണ്ടി എടുക്ക? இல்ல அங்க. എങ്ക? എന്റെ കയ്യിലാണോ എന്റെ ഫോണ്? ഫോണുതാ. போன் அப்புறமா பாத்துக்கலாம். நீங்க வண்டி கொஞ்சம் முன்னாடி போடுங்க. എന്നാ എന്റെ പ്രശ്നം എന്നാ? எனக்கு போறதுக்கு வேற இடம் இல்ல. கொஞ்சம் உதவி செய்றீங்களா? போயிடலாம். ഉദവിയാ? யாராவது பாத்துட்டு போறாங்க, போலாம். എന്ത് ഉദവി ചെയ്യാ? എന്റെ ഫോണും കിടപ്പണ്ണേ. மாறிட்டு போங்க. മാറക്ക് മാറക്ക്. ஐயா, விட்டுட்டு போயிடாதீங்க. வேற வழி இல்லை எனக்கு. ஐயா ஐயா, போயிடாதீங்க.
അത്രക്ക് ചൊറിയുന്നുണ്ടെങ്കിലേ കുറച്ച് പയ്യന്റെ വെള്ളത്തിലിട്ടേക്കണം. എന്താണ് നീ കാണിച്ചത്? നാശം. അതും മുടങ്ങിയ എന്തിനാടാ പൈ കരിയും പോലെ കരിയുന്നു? അങ്ങനെ മുട്ടുണ്ടെങ്കിൽ പോയി വായ്ത്തട പെട്ടടാ. ആ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാ. എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആദ്യം ഈ വേഷമെല്ലാം ഒന്ന് മാറ്റാം.